നമസ്കാരം. ഇന്നത്തെ നമ്മുടെ യാത്ര ആദൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിലെ കടങ്ങോട് പഞ്ചായത്തിലുള്ള ആദൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 3000 വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നുണ്ട്. വട്ടശ്രീകോവിലോടുകൂടിയ അപൂർവം ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് ആദൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. സ്വയംഭൂവായ സൗമ്യഭാവത്തിലുള്ള പ്രധാന പ്രതിഷ്ഠയ്ക്ക് പടിഞ്ഞാറ് ദിക്കിലേക്കാണ് ദർശനം. കൃഷ്ണശിലയിലുള്ള വിഗ്രഹത്തിന് മുകളിൽ പിച്ചളയിൽ നിർമ്മിച്ച ഗോളകയും ചാർത്തിയിരിക്കുന്നു. പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ വലിയമ്പലത്തിന് സമീപം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി കിഴക്കോട്ട് ദർശനം നൽകിക്കൊണ്ട് ഗണപതിയും, ചുറ്റമ്പലത്തിന് പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്തായി പടിഞ്ഞാട്ടേക്ക് ദർശനമായി അയ്യപ്പനും ഉപദേവതകളായി കുടികൊള്ളുന്നു. ഇതിനു പുറമെ ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തായി ഒരു സർപ്പക്കാവും സ്ഥിതി ചെയ്യുന്നുണ്ട്. തിരുവങ്കിടാചലപതി ക്ഷേത്രത്തിൻ്റെ ഊരായ്മയിൽപ്പെട്ട ഒരു വാര്യര് കുടുംബത്തിൻ്റെ അധീനതയിലുള്ളതാണ് ആ കാവ്. ഗുരുവായൂരിന് സമീപമുള്ള തിരുവങ്കിടാചലപതി ക്ഷേത്രത്തിലെ ദേവിയുടെ മാതൃസ്ഥാനത്താണ് ഈ ക്ഷേത്രത്തിലെ ഭഗവതി എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മകരച്ചൊവ്വ ദിവസത്തെ പൂജാതി കർമ്മങ്ങൾക്കുള്ള ചിലവുവകകൾ തിരുവങ്കിടാചലപതി ക്ഷേത്രമാണ് വഹിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ വട്ടശ്രീകോവിലിന് ചുറ്റും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചുവർ ചിത്രങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ദ്വാരപാലകൻ, അന്നപൂർണേശ്വരി, നവനീത കൃഷ്ണൻ, സ്വയംവര പാർവതി, വേണുഗോപാലൻ, കുതിരപ്പുറത്ത് വേട്ടയ്ക്ക് പോകുന്ന ശാസ്താവ്, നരസിംഹം, നടരാജൻ, ഗണപതി തുടങ്ങിയവയാണ് പ്രധാനമായും ചുവർ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. നിലവിൽ നാശോന്മുഖമായിരിക്കുന്ന ചുവർ ചിത്രങ്ങളുടെ പുനരുദ്ധാരണത്തിന് ക്ഷേത്രം നടത്തിപ്പുകാരായ കൊച്ചിൻ ദേവസ്വം ബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനായി ഭക്തരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. മകരമാസത്തിലെ അവിട്ടം നാളിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം ആചരിക്കുന്നത്. അതിനുശേഷം വരുന്ന സംക്രമനാളിൽ ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വിപുലമായി തന്നെ ആഘോഷിച്ചു പോരുന്നു. അടുത്ത പ്രതിഷ്ഠാ ദിനം 2027 ഫെബ്രുവരി 7-ാം തീയതി ഞായറാഴ്ചയും പൂരം ഫെബ്രുവരി 12-ാം തീയതി വെള്ളിയാഴ്ചയുമാണ്. ഇവ കൂടാതെ മണ്ഡലകാലത്ത് അയ്യപ്പൻ വിളക്ക്, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിൽ കാർത്തിക വിളക്ക്, കർക്കിടക മാസത്തിൽ ഇല്ലനിറ, നിറപുത്തരി എന്നിവയും സമുചിതമായി ആചരിക്കുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ശർക്കര പായസം, കടും പായസം, ദിവസപൂജ എന്നിവയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഊരായ്മ കൽപ്പിച്ചിരിക്കുന്നത് കല്ലൂർ നായർ കുടുംബത്തിനാണ്. കുന്നംകുളം ഭാഗത്തു നിന്ന് 10 കിലോമീറ്ററും കേച്ചേരി ഭാഗത്തു നിന്ന് 9 കിലോമീറ്ററും സഞ്ചരിച്ചാൽ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനാവും. ക്ഷേത്രത്തിലെ ദർശന സമയം സാധാരണ ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽ 8:45 വരെയും വൈകിട്ട് 5:45 മുതൽ രാത്രി 7 മണി വരെയുമാണ്.